അടുത്തത് താങ്ക് യു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ ഈ വിഷു ഒരുപാട് സ്പെഷ്യൽ ആണ്. കാരണം നമ്മുടെ പുതിയ വീട്ടിൽ ആദ്യത്തെ വിഷു ആണ്. പണിയൊക്കെ ഇപ്പോഴും തീർന്നു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂറിലൊന്നും ചെയ്യാത്തത്. നിങ്ങളുടെ കമന്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഫേവറബിൾ അല്ലാതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. വൺസ് എല്ലാ പണിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വിഷു ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ ഈ വീഡിയോയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാനില്ല. എന്നാലും ആദ്യം ഞങ്ങൾ തലേ ദിവസം എങ്ങനെയാണ് കണി ഒരുക്കിയത്, ഞങ്ങളുടെ പടക്കം പൊട്ടിക്കൽ, ആഘോഷം, ബഹളം എല്ലാം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ തലേ ദിവസത്തെ പരിപാടികൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു ലോഡ് പടക്കമായിട്ട് ദീപോട്ടം വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ വിഷുവിന് ദീപോട്ടൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ദിസ് ഇസ് ദക്ഷ പ്രദീപ്. പൊട്ടണതൊന്നും പൊട്ടിക്കണ്ട. ഇത് എന്തത്? ഗുഡ് ഗോഡ്സ് ആൻഡ് കിങ്സ്. ഇതെന്തത്? ട്രീയോ? ഗുൽസു പ്രാർത്ഥിക്കുകയാണോ? എങ്ങനെ പ്രാർത്ഥിക്ക? നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ അമ്പാട്ടി. എങ്ങനെ പ്രാർത്ഥിക്കുക അമ്പാട്ടി? ഭഗവാനെ കൃഷ്ണ. ഓക്കെ, ഇതൊന്ന് പിടിക്കൂ. ഓക്കെ, ഇതൊരു കട മേടിച്ചിട്ടുണ്ടല്ലോ. ഇതെന്താ ബബിളോ വോൾക്കാനോയോ എന്തൊക്കെയാണ്? ഇത് കണ്ടില്ലേ? ഇത് കാണിച്ചത് കാണാൻ പറ്റില്ല. ഇതെന്താ ബോബോ സ്റ്റിക്ക്? ഇത് വീണ്ട കേട്ടോ. അപ്പുറത്തെ തൊടിക്ക് വീണാ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കേ. ഇതെന്താ കുതിര? അയ്യോ, അത് വേണ്ട കേട്ടോ. അത് വേണ്ട. ഇത് കത്തിച്ചോണ്ടിരിക്കുകയാണെങ്കി അത് കിട്ടില്ല. ഈശ്വര, ഇതിനാണ് എന്ത് പറയാ? എന്ത് പറയാ? പ്രാന്ത്. Guchapu, are you enjoying Vishu? Are you enjoying Vishu? Yes, very good. Hi. Hi, hi. എന്താ കുച്ചാത്? എന്താത്? എന്താത്? ഓ, അത് കട്ടു. എന്താ സാധനം? അയ്യോ, എന്തോ മോളിൽ പോയി പൊട്ടുന്ന സാധനമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അയ്യോ,
ഈശ്വര, അടുത്തത് ഗ്രാൻഡ് സ്കൈ പാർക്ക്. ഇതിന് എത്ര നേരാ? എവിടെ? ഉയ്യോ, പാപ്പാ. ജഗ്ഗു ബന്ദർ 2 ബന്ദർ കത്തിക്കാൻ പോണു. ജഗ്ഗു ബന്ദറിന് 2 ബന്ദർ കത്തിക്കാൻ പോണു. അയ്യോ, പക്ഷെ മാളു ഇത് പോകാൻ മാത്രമേ ഉള്ളൂ, നീ ഇല്ല. അതൊരു പേടിയും വേണ്ട മാളു, അത് ദൂരല്ലേ. ആ അതാ അമ്മ അതാ ഇവിടെ പറ്റി. കണ്ണു വശം ചേച്ചി, ക്ഷീണം തന്നെ വിട്ടോളൂ കേട്ടോ. അറ്റത്ത് നോക്കണേ മാളു, ആ ചില്ല കഴിഞ്ഞ അപ്പുറത്ത്. അതായിരുന്നു ഇന്നലത്തെ ആഘോഷങ്ങള്. ഇനി ഇന്നത്തെ ആഘോഷങ്ങൾ നമുക്ക് നോക്കാൻ കുറച്ച് കൈനീട്ടം കിട്ടാണ്ട്. രാവിലെ ആക്ച്വലി ഞങ്ങള് എണീക്കാൻ കുറച്ച് വൈകി, കണി കണ്ടിട്ട് ഉറങ്ങി. കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ കണി കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാറില്ല. പക്ഷെ ഇന്നലെ കുട്ടി ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര രാവിലെ എണീറ്റപ്പോ ഈ ചൂടത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി കടന്നു. കറക്റ്റ് 7:30 ഇപ്പൊ ദീപോട്ടം വന്ന് വിഷ് കൈനീട്ടം തരാൻ. അപ്പൊ ഞങ്ങള് പല്ല് തേക്കാണ്ടെങ്കിൽ കുളിക്കാണ്ടെയാണ് വിഷ് കൈനീട്ടം മേടിച്ചത്. എന്തായാലും വളരെ നല്ലൊരു കൈനീട്ടായിരുന്നു. ഇന്നിപ്പോ എന്താ ഫുൾ പൈസയാണല്ലോ. ശാന്താമിക്കന് തിരിച്ചു അത് കൊടുക്ക, അമ്മയ്ക്ക് കൊടുക്ക കൊച്ചു, അമ്മയ്ക്ക് കൊടുക്കടാ. ഓ താങ്ക് യു. മളിച്ചേച്ചി മൂടി നോക്കൂ. അമ്മ എന്താ ചെയ്യുന്ന, അമ്മ എന്താ ചെയ്യുന്നതാ? കണ്ടാ അമ്മമ്മ പറയോ? കുറച്ച് കിട്ടില്ല. കൈനീട്ടം കൗണ്ട് ചെയ്ത് നോക്കുന്നു. 100 രൂപ അയ്യേ അയ്യേ ഒറ്റ മേടിച്ചിട്ട് ഒരൊറ്റ പോക്ക, തിരിഞ്ഞും കൂടി നോക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരുടെ കളക്ഷൻ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. അത് പോയി നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാൻ പോണം. കാരണം ഇന്നിവിടെ വെപ്പില്ല ഗൈസ്, ഞങ്ങൾക്ക് കേറ്ററിംഗ്
ഒന്ന് പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരണം. ഞാൻ ഇത്തിരി എസ്തറ്റിക് ആയിക്കോട്ടെ വെച്ചിട്ട് താഴെ ഇരുന്നു, പക്ഷെ കാല് വേങ്ങിക്കണം, എന്നാലും കുഴപ്പമില്ല. അപ്പൊ സദ്യ പോയി മേടിക്കണം. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. അത്രേ ഉള്ളൂ. ഉത്സവന് പിന്നെ എന്ത് വിഷു, ഉത്സവന് കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആ വലിയ നോട്ടൊക്കെ എനിക്ക് തരും. നല്ല സ്വഭാവമാണ്. കോയിൻ മാത്രം ഉത്സവന്റെ കയ്യിൽ വെക്കും. അപ്പോ ഞാൻ ഈ വിഷു നിറച്ചാവാണ്. എന്തൊക്കെയാ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് വിഷു കയറ്റം പിടിക്കാം. ബൈ. ഞങ്ങള് ഫുഡ് മേടിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വ്ളോഗ് എടുക്കണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഹാപ്പി വിഷു. അതെ. ഗുൽസു എന്റെ മുഖത്ത് കട്ടിന് ഞാനും മാളിട്ടില്ലല്ലോ. പക്ഷേ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിഷു വ്ളോഗ്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വ്ളോഗൊന്നും എടുക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ നമ്മൾ വിചാരിക്കുന്ന പോലെ എനിക്കറിയില്ല കുട്ടികളുള്ളവരെങ്ങനെയാണ് വ്ളോഗ് എടുക്കണത്. എനിക്ക് പറ്റുന്നില്ല. ചില സമയത്ത് കുൽസു ഭയങ്കര വാശി പിടിക്കും, ഞാൻ തന്നെ എടുക്കണം, ഞാൻ തന്നെ. അപ്പം ആ സമയത്ത് നമ്മൾ ഫോൺ എനിക്കത് പറ്റാറില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പകുതി വ്ളോഗൊന്നും ഇപ്പോൾ പ്രോപ്പറായി ചെയ്യാൻ പറ്റാത്തത്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാക്കിയപ്പോഴും കൂടെ ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഐ എം സോ ഹാപ്പി നിങ്ങളുടെ സപ്പോർട്ടിന്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി വിഷു ആശംസകൾ നേരുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് ബൈ.